ഹായ് കൂട്ടുകാരെ, ഒരു തിരുവോണ ദിനം കണ്ടാലോ ആയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരോണം ആശംസിക്കുന്നു. ഇച്ചിരി ലേറ്റായിപ്പോയെന്ന് എനിക്കറിയാം, ഓണത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ഇത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. എഡിറ്റ് ചെയ്തെല്ലാം ഇടാനുള്ളൊരു സമയം വേണ്ടി വന്നു. അങ്ങനെ രാവിലെ കുളിയും കഴിഞ്ഞ് ചെറിയൊരു അത്തക്കളവും കൂടി ഞാൻ തട്ടിക്കൂട്ടി. ഇവിടെ പൂവൊക്കെ കിട്ടാൻ ഇച്ചിരി പാടുണ്ട്. അപ്പം മേടിച്ചതല്ല, നമ്മളല്ലാതെ വീട്ടിൽ പറിച്ചിട്ട് ഇടാനായിട്ട്. അങ്ങനെ ഒരു ചെറിയ അത്തക്കളമൊക്കെ ഇട്ട്, പിന്നെ അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. അങ്ങനെ പിന്നെ പെട്ടെന്ന് നമുക്ക് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ടേ. അങ്ങനെ ഉച്ചക്കത്തെ പച്ചടിയും പുളിശ്ശേരിയും തോരനും അങ്ങനെ പിന്നെ സാമ്പാർ, അങ്ങനെ എല്ലാത്തിനും ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. എല്ലാം ഞാനല്ല വയ്ക്കുന്നത്, 3-4 കൂട്ടാൻ ഞാൻ വയ്ക്കും. മറ്റ് ഒരു 3-4 ഫാമിലിയും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ആഘോഷിക്കുന്നത്. നമ്മളിവിടെ വെളിയിലായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒറ്റയ്ക്ക് എന്തോണാ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഹസ്ബൻഡാണെങ്കിൽ നാട്ടിലാണ്. അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം അങ്ങനെ വീട്ടിൽ വലിയ സദ്യ അങ്ങനെ എന്നുള്ള പ്ലാനിങ് ഒന്നും എനിക്കില്ലായിരുന്നു. ആരെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഫാമിലി നമ്മളെല്ലാവരും കൂടാം എന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ എല്ലാവരും ഇവിടെ വന്നു. എനിക്കിവിടെ വരുന്നതിൽ സന്തോഷമാണ്, എല്ലാവരും കൂടെ കൂടുന്നതും സന്തോഷമാണ്. പിന്നെ ഹസ്ബൻഡ് ഇല്ലാതെ വീട്ടിൽ ഇങ്ങനെ ഓണം അങ്ങനെ ഒരു ഇത് തോന്നിയില്ല, മടി തോന്നി. അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇവിടെ കൂടി. പക്ഷേ നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ നമ്മൾ വിളക്കത്ത് ചോറ് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് കൂട്ടാനുകളെല്ലാം ഇവിടെ നിരനിരയായി ഇരിക്കുകയാണ് കേട്ടോ. നിങ്ങളൊക്കെ എന്ത് കൂട്ടാൻ വെച്ചു, എങ്ങനെയാണ് ആഘോഷിച്ചത്, നിങ്ങൾക്കെല്ലാം ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ എവിടെയായിരുന്നു, വീട്ടിൽ തന്നെയാണോ അതോ പുറത്ത് പോയാണോ ആഘോഷിച്ചത് എന്നൊക്കെ പറയണം. പിന്നെ എല്ലാവരും വളരെ കുശാലായിട്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടിയിരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണല്ലോ. എല്ലാവരും കൂടി സദ്യയും പായസവും ഒക്കെ കൂടി കഴിച്ചു. അങ്ങനെ ഒരു വളരെ നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ചേട്ടനില്ല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ഇത് മാത്രം. പിന്നെ മക്കൾക്കൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ ചെറിയ രീതിയിലൊരു കസേരകളിയും പിന്നെ തൊപ്പിക്കളിയും അങ്ങനെ അവർക്ക് എൻജോയ്മെൻറ്റ് വരേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ രസകരമായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലൊക്കെ ആയിരുന്നോ? നിങ്ങൾ എവിടെയാണ് ആഘോഷിച്ചത്, എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും തിരുവോണാശംസകൾ. ബൈ.